السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു അഫ്വ ചെയ്തു തരുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുണ്ട്. അല്ലാഹു അവർക്ക് ആശ്വാസത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുമാറാവട്ടെ. പശ്ചിമേഷ്യ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ട് അശാന്തിയുടെ വിത്ത് വിതച്ചിരിക്കുകയാണ്. ഭീകര രാഷ്ട്രമായ ഇസ്രായേൽ, ആ ഇസ്രായേലിന്റെ അപക്വമായ ഇടപെടലുകളും പ്രവർത്തികളും കാരണം ഇന്ന് സ്വസ്ഥമായി ജീവിക്കാൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടങ്ങി വെച്ചതുപോലെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. നേരത്തെ തുടങ്ങിയ യുദ്ധങ്ങൾ പോലെയും അല്ല, നേരത്തെയൊക്കെ ആളൊഴിഞ്ഞ പോസ്റ്റിലേക്ക് ഗോളടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് കൃത്യമായും ശക്തമായ എതിരാളികൾ പ്രതിരോധം നിർത്ത ഒരിടത്തേക്കാണ് ഇപ്പോൾ അവർ ആക്രമണം അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തിക്തഫലം അവൻ അനുഭവിക്കുകയും ചെയ്യുന്നു. ആര് ഞങ്ങളെ ആക്രമിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങളുടെ കയ്യിൽ അതെല്ലാം പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനമായ അയൺ ഡ്രോം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവർ അയൺ ഡ്രോമിനെ നോക്കുകുത്തിയാക്കി ഇന്നലെയും ഇന്നുമൊക്കെയായി വലിയ വിനാശമാണ് ഇസ്രായേലിന്റെ ടെൽ അവീവിലടക്കം നടന്നിട്ടുള്ളത്. നാം ഒരു രാജ്യം അശാന്തമാകുന്നതിനോ ഒരു രാജ്യം തകർന്നു പോകുന്നതിനോ ആഗ്രഹിക്കുന്നവരല്ല, അതിൽ സന്തോഷിക്കുന്നവരല്ല. ഒരിടത്തും യുദ്ധമുണ്ടാവരുത്, ഒരിടത്തും പ്രയാസങ്ങൾ ഉണ്ടാവരുത്, ഒരിടത്തും അക്രമം ഉണ്ടാവരുത് എന്ന് പറയുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമാണ് മുസ്ലിം. പക്ഷെ ഈ യുദ്ധം ഒരുപാട് പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലത്തെ പ്രസ്താവനയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, യുദ്ധത്തിൽ ഒരുപാട് ഇസ്രായേലിയർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമായി, എന്റെ മകന്റെ കല്യാണം പോലും മാറ്റിവെക്കേണ്ടി വന്നുവെന്ന്. IDF-ന്റെ ചീഫ് കമാൻഡർ പറഞ്ഞത്, ജനവാസ മേഖലയിലും ആശുപത്രികളിലുമാണ് ഇപ്പോൾ മിസൈലുകൾ വന്ന് പതിക്കുന്നത്, ഇതൊരു വലിയ യുദ്ധക്കുറ്റമാണ് എന്നാണ്. ആരാണ് ഈ പറയുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആരാണ് ഈ പറയുന്നത്? ഒരു കയ്യും കണക്കുമില്ലാതെ ഗസ എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശത്തെ മുഅ്മിനീങ്ങളെ മുഴുവനും ചുട്ടരിച്ചു കൊന്ന് ചുടലപ്പറമ്പാക്കി മാറ്റിയവർ. എത്രത്തോളം എന്നാൽ ആ പ്രദേശത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, 60,000-ത്തിലും ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതിലപ്പുറമോ അതിന്റെ ട്രിപ്പിളോ ആയിരിക്കും യഥാർത്ഥത്തിലുള്ള കണക്ക്. ഔദ്യോഗികമായ 60,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 75% കണക്കുകൾ പറയുന്നു ചെറിയ കുഞ്ഞുമക്കളും സ്ത്രീകളുമാണ്. അന്നൊന്നുമില്ലാത്ത സങ്കടവും വിഷമവും എങ്ങനെയാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ അവരുടെ തലക്ക് മീതെ വന്ന് വീണപ്പോൾ അവർക്ക് ബോധോദയമുണ്ടായി, ഹോസ്പിറ്റലുകൾ ആക്രമിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഇനി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമോ എന്ന് നമുക്കറിയില്ല. യുദ്ധം തുടങ്ങാൻ വളരെ സിമ്പിളാണ്, പക്ഷെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. അത് ആധുനികമായ യുദ്ധങ്ങൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2022 തുടങ്ങിയ യുദ്ധമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ, ഇന്നും അവസാനിച്ചിട്ടില്ല. 3 വർഷം പിന്നിട്ടു. 24 മണിക്കൂർ കൊണ്ട് ഹമാസിനെ മുഴുവനും തീർക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവരാണ്. 24 മണിക്കൂറല്ല, 24 ദിവസമല്ല, 24 ആഴ്ചയല്ല, 24ാമത്തെ മാസത്തിലേക്കാണ് തൊട്ടടുത്ത മാസം കിടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ 2 വർഷമാവാൻ പോവാണ്. ഈ കാലമത്രയും അവർ എന്താണോ ലക്ഷ്യം വെച്ചത്
ഒരു പൊടിക്ക് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഹമാസിനെ തീർത്ത് കളയാൻ കഴിഞ്ഞില്ല. എന്നാൽ അവരുടെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു സിവിലിയന്മാരെ. ആ തടവുകാരെ രക്ഷപ്പെടുത്താനോ അതിനും അവർക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ അവർ എന്താണോ ലക്ഷ്യം വെച്ചത് ഒന്നും നേടാൻ കഴിയാതെ പത്തിമടക്കിയിരിക്കുകയാണ്. ഒരു യുദ്ധം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ തുടങ്ങിയ യുദ്ധവും അങ്ങനെ തന്നെയാണ് നീണ്ടുപോകുന്നത്. അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ അസമാധാനത്തിൽ നിന്നും രക്ഷ നൽകുമാറാവട്ടെ. അക്രമവാസനകളിൽ നിന്ന് നമ്മ ലോകത്തെ വലിയ രാജ്യങ്ങളേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു കെട്ടുമാറാവട്ടെ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തുടങ്ങിയ യുദ്ധവും അങ്ങനെ തന്നെയാണ്. ഒരു ന്യായവും ഇല്ലാതെയാണ്. എല്ലാവരും പത്രങ്ങൾ വായിക്കുന്നത് കൊണ്ടതൊന്നും പറയേണ്ടതില്ല. യുറേനിയം സമ്പുഷ്ടീകരണം, അതിൽ നിന്ന് ആണവായുധം ഉണ്ടാക്കും എന്ന ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അതിന്റെ ശക്തമായ പിന്തുണ അമേരിക്ക കൊടുക്കുന്നുണ്ട്. അമേരിക്ക ശക്തമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുകയും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അവിടെ വന്ന് കൃത്യമായി പഠനം നടത്തുകയും വേണ്ടവർക്കൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വന്ന് കയറി വരാമെന്ന് പറഞ്ഞ് തുറന്ന വാതിലിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പരിശോധിച്ചിട്ടുണ്ട്. പലരും പലപ്പോഴായി പരിശോധിച്ചിട്ടുണ്ട്. ആരും അവരങ്ങനെ ഒരു ആയുധ നിർമ്മാണത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത് എന്നാണ് അവരെല്ലാവരും സർട്ടിഫിക്കറ്റ് ചെയ്തത്. ആയുധം നിർമ്മിക്കുന്നു എന്ന് ആരും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. എന്നാലും നിങ്ങൾ അത് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അവരെ കിണത്തിലിറക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അത് മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുക എന്നതാണ്. ടാർഗറ്റ് അത് മാത്രമാണ്. കാരണം ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്ന ഇവരുടെ സാമ്രാജ്യത്വ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ ഒരിക്കലും തന്നെ മുസ്ലിം ഉമ്മത്ത് ഏറ്റെടുക്കുകയില്ല. അവരെ എന്നും ഫോളോ അപ്പ് ചെയ്യാനുള്ള അവർക്ക് മാതൃകാപരമായ ഒരു ഐഡിയൽ, ഒരു മാതൃകാപരമായ ഒരു കാര്യം പിന്തുടരാൻ പറ്റുന്ന ഒരു ആശയം ലോകത്തിന് ഇന്നത് വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ പിന്തുടരുകയാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെ ഇസ്ലാമിലേക്ക് കൂട്ടമായി കുലം കുത്തി ഒഴുകുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. ഇസ്ലാമിനെ അടിച്ചൊതുക്കണം, അതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എങ്കിലേ അവർക്ക് അവരുടെ പലിശയും ചൂതാട്ടവും മദ്യവും പെണ്ണും എല്ലാം ഇവിടെ വിറ്റടിക്കാനും അവരുടെ ബിസിനസ്സുകൾ കൊഴുപ്പിക്കാനും കഴിയുകയുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ അവർ അടിച്ചൊതുക്കും. അതുകൊണ്ടാണല്ലോ സദ്ദാം ഹുസൈനെ അവർ തൂക്കിലേറ്റിയത്. സദ്ദാം ഹുസൈന്റെ കയ്യിൽ ജനങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ, ഈ ലോകത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒരു ആയുധം അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാണ് ആക്രമിക്കാൻ തുടങ്ങിയത്. 2008 മുതൽ 2003 മുതൽ 2011 വരെ നീണ്ടുനിന്ന വലിയ നരമേധമാണ് അവിടെ നടന്നത്. ആ നാടിനെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. ആ നാടിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് എല്ലാം ബോധ്യപ്പെട്ടു. അവിടെ നിന്ന് അവർ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റും അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് അതായിരുന്നില്ല, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നാണ്. ആ നാട്ടിലൂടെ ഒരിക്കൽ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇന്ന് ആ നാടിന്റെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ 1 രൂപ, ആ രൂപ കൊടുത്താൽ അവിടെ 15 ദീനാർ കിട്ടും. യഥാർത്ഥത്തിൽ സദ്ദാം ഹുസൈൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഡോളറിനേക്കാൾ മൂല്യം വരും എന്നിടത്തേക്ക് എത്തിയിരുന്നു. അത്രമാത്രം വലിയ സമൃദ്ധിയിലേക്ക് പോയിരുന്ന കാലഘട്ടമായിരുന്നു ഇറാഖിൻ്റെത്. ഇന്നവിടെ വാസയോഗ്യമല്ല പല സ്ഥലങ്ങളും. കാർപ്പറ്റ് ബോംബുകൾ വീണിരിക്കുകയാണ്, തീമഴകൾ വർഷിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളും വസിക്കാൻ കഴിയൂല, സഞ്ചാരയോഗ്യമല്ല, അവിടെ കൃഷിയോഗ്യമല്ല. അങ്ങനെ പലവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ചില മസാറുകളിലേക്ക് പോകുന്ന അവസരത്തിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളടക്കമുള്ളവർ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നവരൊക്കെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ അവിടെയൊക്കെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈ കാണിക്കുകയാണ്. ഒരു തുരുത്തിന് വേണ്ടി, 1 രൂപക്ക് വേണ്ടി അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങളില്ല, ജോലിയില്ല, തൊഴിലില്ലായ്മയാണ്. വളരെ പട്ടിണി പാവങ്ങളായി മാറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവരുടെ അജണ്ട അത് തന്നെയാണ്. ലിബിയയിൽ നടന്നതാണ്, സിറിയയിൽ നടന്നതാണ്. ഇങ്ങനെ ഓരോ മുസ്ലിം രാഷ്ട്രങ്ങളും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാത്തിനെയും തുടച്ചു നീക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. അതിന് സയനിസ്റ്റിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ രംഗത്തിറക്കുന്നത് സയനിസ്റ്റ് രാഷ്ട്രത്തെയാണ്. കാരണം യഹൂദികൾ എന്നും മുസ്ലിങ്ങൾക്കെതിരായിരുന്നു.
എന്നും ഇസ്ലാമിനെതിരായിരുന്നു. അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചവരായിരുന്നു. അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രാഈല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. തോന്നിയ പോലെ ജീവിച്ചു, അവർ അല്ലാഹുവെ ധിക്കരിച്ചു. അങ്ങനെ നടന്നതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഈസാ നബിയുടെയും ശാപം അവർക്ക് കിട്ടിയെന്ന് തീർന്നില്ല. ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة. പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള ശാപം അവർക്ക് വന്നു, നിന്യത അവർക്ക് വന്നു വീണു, അള്ളാഹുവിന്റെ കോപത്തിന് അവർ പാത്രീഭവിക്കപ്പെട്ടു. വضربت عليهم المسكنة. അധമത്വം പേറി നടക്കേണ്ട കാലം അവർക്കുണ്ടായി. അറിയാമല്ലോ, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനമായ വംശഹത്യ നടന്നു. ഹിറ്റ്ലർ അവരെ മുഴുവനും ചുട്ടരിച്ചു കൊന്നു. കുറച്ചെണ്ണത്തിനെ ബാക്കി വെച്ചിട്ട് 6 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെയാണ് കൊന്നത്. ആ കൊന്നതിന് ശേഷം കുറച്ചാളുകളെ ബാക്കി വെച്ചിട്ട് പറഞ്ഞു, ഇവരെ സ്വഭാവം എന്തായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരെ ബാക്കി വെക്കുന്നത്. ആലോചിച്ചു നോക്കി. അപ്പൊ അവരന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, അവർ പിന്തലമുറക്കാരാണെങ്കിൽ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നത് എന്തായിരിക്കും അവസ്ഥ? അവരെന്നും അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആയുധ കച്ചവടം നടത്തുകയും മുസ്ലിങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ നിഗൂഢമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ്. ഇസ്ലാമിനെ മാത്രമല്ല, അവർക്ക് വന്ന അമ്പിയാക്കളെ അവർ നിഷേധിക്കുന്നവരായിരുന്നു. وذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق. ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അവരുടെ സ്വഭാവങ്ങൾ അങ്ങനെ എടുത്തു പറയാൻ അല്ലാഹു തആല അവർക്ക് ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. അവർക്ക് വന്ന അമ്പിയാക്കൾ അവർ കൊന്നുകളഞ്ഞു. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വാ അൻഫുസുകും ഇസ്തക്ബർതും ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ. ഖുർആൻ വളരെ വിസ്തരിച്ചുകൊണ്ട് പറയാണ്, ബിമാ ലാ തഹ്വാ അൻഫുസുകും. അവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ, അവർക്ക് അവരുടെ ദേഹേച്ഛകൾക്ക് ഇഷ്ടമില്ലാത്ത വല്ല പ്രഖ്യാപനവും അല്ലാഹുവിൽ നിന്ന് വന്നാൽ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഇങ്ങനെ പോകുന്നത് ശരിയല്ല, നിങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ റെഡിയല്ല, അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പലിശ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഓരോ നയങ്ങൾ വരുമ്പോ, നിയമങ്ങൾ വരുമ്പോ അത് ഞങ്ങൾക്ക് പറ്റൂല. അത്തരത്തിലുള്ള ഖുർആൻ നമ്മുടെ കൊണ്ടുവരേണ്ടതില്ല, അത്തരത്തിലുള്ള ആശയം ഞങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ ആശയം ഇപ്പൊ നമ്മളിലുണ്ടോ? നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക, ഇഷ്ടമില്ലാത്തത് വലിച്ചെറിയാം. ഈ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ ഇടയിലും ഉള്ളത്. അല്ലാഹു ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിത്തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ഇല്ലാത്തത് തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. നിങ്ങൾ യഹൂദികളെ ചാണിന് ചാണായി പിന്തുടരുന്ന ഒരു കാലം വരും. അത് നിങ്ങൾക്ക് വിനാശമാണ് വരുന്നത് എന്ന് വളരെയധികം ശ്രദ്ധയോടെ ജീവിക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞു, അവരെന്താണ് ചെയ്തത്? അവരവരെ അമ്പിയാക്കളെ കൊന്നുകളഞ്ഞു. അവരമ്പിയാക്കളെ കൊന്നുകളഞ്ഞു. ഫമൻ കദ്ദബഹു ഈസാ വമൻ മിസ്ലഹു മിനൽ അംബിയാ വഖതലു സകരിയ വയഹ്യ വഗൈറഹുമാ മിനൽ അംബിയാ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജാരസന്താനമാണ് എന്നാണ് അവർ പറഞ്ഞത്. നഅൂദു ബില്ലാഹ്. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെയും യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവർ കൊന്നുകളഞ്ഞു. അത്തരം നിഷ്ഠൂരന്മാരായിരുന്നു അവർ. അവരെവിടെയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയവരല്ല. അവരുടെ ജീനിൽ ഓൾറെഡി അത് ഇൻക്ലൂഡഡ് ആണ്. അവരെവിടെ വന്നാലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോ 3 ജൂത ഗോത്രങ്ങളുണ്ട് അവിടെ. ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ, ബനൂ നദീർ എന്ന് പറയുന്ന 3 ഗോത്രങ്ങളാണ്. അവിടെ വരുന്ന അവസരത്തിൽ ഒരു ബഹുസ്വര സമുദായത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. തങ്ങൾ അവിടെ മദീന ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു നിയമ സംഹിത ഉണ്ടാക്കി. അതിന്റെ ആവശ്യമില്ലായിരുന്നു. തങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കേണ്ടവരായി അവർ മാറിയിരുന്നു. കാരണം അവർ ന്യൂനപക്ഷമാണ്. പക്ഷെ നിബിതങ്ങൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടാക്കി. അവരോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, പരസ്പരം ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. മറ്റൊന്ന്, പുറമേ നിന്നുള്ള ഏത് ശക്തികളും നമ്മെ ആക്രമിച്ചാൽ ഒരു നാഷണാലിറ്റി ബോധം നമുക്ക് വേണം, ഒരു ദേശീയ ബോധം നമുക്ക് വേണം.
എന്റെ ദേശം മദീന എന്ന ഒരു ബോധം. അത് നിങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളെ ശത്രുക്കൾ ഈ മദീനയെ ആക്രമിക്കാൻ വന്ന നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതാണ് മദീന ചാപ്റ്ററിന്റെ അതിപ്രധാനമായ ചില വാക്യങ്ങൾ. എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് ബനൂ ഖൈനുഖാ ഈ വിഷയങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവർ മുഅ്മിനീങ്ങളായ സ്വഹാബത്തിനെ ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു പുറത്താക്കി. ബനൂ നദീറും മറ്റൊന്നല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ അടുക്കലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പോകുന്ന അവസരത്തിൽ നല്ല സൽക്കാരത്തോടെ സ്നേഹത്തോടെ അവരെ അവിടെ ഇരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുകയും നല്ല ഒരു ചുമരിന്റെ നിഴൽ, ആ നിഴലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിരിപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജിദാരി ബനി നദീർ. ബനി നദീർ കൊടുത്ത ആ വിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, മാറണം നബിയെ അവിടുന്ന് മാറണം. കാരണം എന്താണെന്നറിയോ? വലിയ ഒരു പാറക്കല്ല് അവർ ഉരുട്ടി വിടുന്നുണ്ട് മുകളിൽ നിന്ന് നിങ്ങളെ കൊല്ലാൻ വേണ്ടി. ചതിപ്രയോഗം നടത്തി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ പുറത്താക്കി. പിന്നെ വലിയ ഗോത്രമായിരുന്ന ബനൂ ഖുറൈള, ഈ ബനൂ ഖുറൈള 10,000-കണക്കായ മുശ്രിക്കീങ്ങൾ മക്കയിൽ നിന്ന് അശ്വഭടന്മാർ മദീനയെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നമ്മുടെ മദീന ചാപ്റ്റർ കരാറിൽ അങ്ങനെയുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അവർ രഹസ്യമായി കൊണ്ട് മറ്റൊരു കത്തെഴുതി മക്കയിലേക്ക്, നിങ്ങൾ മുന്നിൽ നിന്ന് ആക്രമിച്ചോ, ഞങ്ങൾ പിന്നിൽ നിന്ന് ഇവരെ ആക്രമിച്ച് നമുക്ക് കീഴടക്കാം. ആലോചിച്ച് നോക്ക്. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയിച്ചു. ഖന്തഖ് യുദ്ധം എല്ലാവർക്കും അറിയാം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തങ്ങൾ പേർഷ്യൻ യുദ്ധതന്ത്രമായിരുന്നു ഒരു കിടങ്ങ് കുഴിക്കുക എന്നത്. അത് മഹാനവറുകളാ പറഞ്ഞു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. യുദ്ധങ്ങൾ നടപ്പിലാക്കി. വമ്പൻ വിജയം നടന്നു. ആ ദിവസം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയോട് പറഞ്ഞു, അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി, ഇനി നിങ്ങളുമായി ഞങ്ങൾ സമരസപ്പെട്ടു പോകൂല. ശക്തമായ തീരുമാനങ്ങൾ എടുത്തു. അവരുടെ ചതിപ്രയോഗം കഴിഞ്ഞിട്ടില്ല. ഖൈബർ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെടുക എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമായി ഹദിയയായി ഒരു ആടിനെ ഒരു പെണ്ണ് സമ്മാനം കൊടുത്തു. നല്ല ശവായാക്കി ചുട്ട ഒരു ആടിനെ കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിക്കുമായിരുന്നു. നബി തങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാംസം വിളിച്ചു പറഞ്ഞു, ലാ തഖുലി ഫഇന്നി വസ്ഫുമാ. നബിയെ, എന്നെ കഴിക്കാൻ പാടില്ല, വിഷത്തിലൂട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരികളിൽ നിന്നുള്ള സ്വഹാബത്തെ കിറാമിൽ നിന്ന് ഒരാളെടുത്ത് കഴിച്ചു. അത് കഴിച്ചപ്പോൾ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകന്മാരെ കൊല്ലാനും മറ്റുള്ള സമുദായാംഗങ്ങളെ ദ്രോഹിക്കാനും മാത്രമാണ് യഥാർത്ഥത്തിൽ യഹൂദികൾ എന്നെന്നും നിലകൊണ്ടിട്ടുള്ളത്. ആ ജൂതരാഷ്ട്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ വെറുപ്പും വിദ്വേഷവും അവരുടെ ചരിത്രത്തോളം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന ഏതൊരാക്രമവും നമ്മൾ വളരെ വലിയ പഠനത്തോടുകൂടെ കാണേണ്ടതാണ്, ചിന്തയോടുകൂടെ കാണേണ്ടതാണ്. അതിന്റെ വലിയ പ്രത്യാക്രമണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നാശങ്ങൾ ഈ ലോകത്ത് ഇനിയും വിതക്കാനുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വളരെ വിസ്തരിച്ചുകൊണ്ട് പറഞ്ഞ ധാരാളം ഹദീസുകളുണ്ട്. അന്ത്യനാൾ അടുക്കുമ്പോൾ ആ യഹൂദികളിൽപ്പെട്ട ഓരോരുത്തരും രക്ഷയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുകയും ഓരോ മരവും കല്ലും എന്റെ പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഹദീസ് അടക്കം നമുക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. സാമ്രാജ്യത്വത്തിന്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ബഹിഷ്കരിക്കണം. ഇതൊക്കെയാണ് അവരോട് ചെയ്യാനുള്ളത്. അത് മാത്രം ബഹിഷ്കരിച്ചാൽ പോരാ. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ഉടുപടങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ നമുക്കൊരു ഹെയർ സ്റ്റൈലുണ്ട്, നമുക്കൊരു ഉടുപടയുണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്. അതിന്റെ ആളുകളായി മാറണം. അവരുടെ സംസ്കാരം എന്താണ്? എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുക, അടിപിടി ഉണ്ടാക്കുക, വിദ്വേഷങ്ങൾ ഉണ്ടാക്കുക. അതിപ്പോ നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തിനെന്ന് പറയുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒന്ന് എടുത്തു നോക്ക്. ജ്യേഷ്ഠൻ അനിയനോട് കൊണ്ടൂല,
വാപ്പുമ്മയോട് പ്രശ്നങ്ങളാണ്, മക്കളോട് വാപ്പാക്കും ഉമ്മാക്കും പ്രശ്നമാണ് അല്ലെ? ഈ സ്വഭാവങ്ങളെ അടക്കം നമ്മൾ തൂത്തെറിഞ്ഞ് നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർക്കുമാറാവട്ടെ.